അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ വലത്തും ഇടത്തും ഇന്നത്തെ ജീവിത വഴികളിലെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലെ ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. നീ എന്തിനു വേണ്ടിയൊന്നും ഉത്കണ്ഠപ്പെട്ടിരിക്കുന്നത്, ഏത് വിഷയത്തിന് വേണ്ടി നീ സങ്കടപ്പെട്ടിരിക്കുന്നത്, ആ മേഖലയിൽ കർത്താവിന് ഇടപെടുകയും നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുന്നത് അളിച്ചത് കർത്താവിൻ്റെ സാന്നിധ്യം, സതതമായ സാന്നിധ്യം നിൻ്റെ കൂടെ ഉണ്ടാകുകയും നിനക്കൊരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആരെയും കൊണ്ടുപോകാനും പറ്റത്തില്ല. പറഞ്ഞ രഹസ്യങ്ങൾ അവരറിയുകയും ചെയ്യും. നാട്ടിൽ പാട്ടാക്കും, വീട്ടിൽ പാട്ടാക്കും, തറവാട്ടിൽ പറഞ്ഞ കുട്ടി കെട്ടിയെഴുന്നള്ളിക്കും. അതുകൊണ്ട് ആരെയും കൊണ്ടുപോകാനും പറ്റത്തില്ല, കൊണ്ടുപോകാതിരിക്കാൻ പറ്റത്തില്ല. നിസ്സംഗുലി നിൽക്കണ മക്കൾക്ക് കർത്താവ് തന്നെ കൂടെ വരാനും നീ ഒറ്റയ്ക്ക് പോയാനും കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ ചൈതന്യത്തിൽ
നീ ആ വിഷയം കൈകാര്യം ചെയ്യാനുള്ള ആത്മധൈര്യം എനിക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ രേഖകൾ, നഷ്ടപ്പെട്ടു പോയ പണങ്ങൾ, നഷ്ടപ്പെട്ട പൊന്നുകൾ, അന്യാധീനപ്പെട്ടു പോയ വസ്തുക്കൾ, മറ്റുള്ളവർക്ക് ചതിക്കപ്പെട്ടതിൻ്റെ പേരിൽ ജോലി തരാമെന്നും പറഞ്ഞ് ചതിക്കപ്പെട്ടതിൻ്റെ പേരിൽ, വായ്പ വാങ്ങിച്ച് തരാത്തതിൻ്റെ പേരിൽ, ഒരു പണി നടക്കാതെ അതിൻ്റെ പേരിൽ വീട്ടിൽ എപ്പോഴും കലഹം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് നീ രക്ഷപ്പെട്ടു വരുവാനും നിൻ്റെ അധ്വാന ശേഷി, സത്യസന്ധമായ പണം നിനക്ക് തിരികെ ലഭിക്കുന്നതിന് വേണ്ടി ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തിയാൽ നീ ഇന്നത്തെ ദിവസം മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. നമുക്ക് ആ വചനം, ഇന്നലെ വായിച്ച വചനം തന്നെ വീണ്ടും വായിക്കുകയാണ്. മത്തായി 13:8 ഒരു വായിച്ചേ. മറ്റു ചിലത് നല്ല നിലത്ത് വീണു അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. നിലത്തിനല്ല കുഴപ്പം വന്നിരിക്കണത്, വിത്തുകൾക്കാണ്. ചില ആൾക്കാർ വിശ്വാസം വിതക്കണമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ. ഇന്ന് ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ എന്താണ്, ഈ 60 മേനിക്കാരുണ്ടല്ലോ. 60 മേനിക്കാർ എന്തുകൊണ്ടാണ് 60 ഒരേ നിലത്ത് വിതച്ചതിന് 30 ഒന്നിന് 60 കിട്ടിയത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ചിലർ വിശ്വാസത്തിലാണ് വിതക്കണത്, ചിലർ പ്രത്യാശയെ വിതക്കും. അപ്പോൾ വിശ്വാസത്തിനേക്കാൾ കുറച്ചുകൂടി കൂടിയതാണ് നിലവാര ഉയർച്ചയുള്ളതാണ് പ്രത്യാശ. പ്രത്യാശയ്ക്ക് വരുന്നൊരു ഗുണമെന്ന് പറയുന്നത്, പ്രത്യാശ എന്തുകൊണ്ടാണ് നമുക്ക് പ്രത്യാശ ഉള്ളത്? റോമാഞ്ചേജ വായിച്ച്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. മറ്റേ വിശ്വാസ പാർട്ടിക്ക് ചില സമയത്ത് നിരാശ കയറി വരാം, പക്ഷെ നിരാശയുടെ അംശങ്ങൾ കുറവായിരിക്കും. ഇപ്പം ഞങ്ങളെ കടപ്പുറത്തൊക്കെ ഞാൻ കുറേ ജോലി ചെയ്തിട്ടുണ്ട്, കുറേ ഇടവക ചെയ്യുന്നുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുണ്ടാകും. എന്താ കാര്യം? അവിടെ ഹ്യൂമിഡിറ്റി കൂടുതലാണ്, അന്തരീക്ഷത്തിനകത്ത് നനവ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ശ്വാസം മുട്ടുണ്ടാകും. അപ്പോൾ ചിലയിടത്തൊക്കെ വരണ്ട കാലാവസ്ഥയായിരിക്കും. ഈ നമ്മൾ അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി, ഈർപ്പം കുറവായിരിക്കും. അതുപോലെ തന്നെയുള്ളൊരു വിഷയമാണ് ഈ നമ്മളുടെ ചില ആൾക്കാർക്ക് നല്ല പ്രത്യാശയായിരിക്കും. കാരണം ചിലത് വിശ്വാസം കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റത്തില്ല. പോസിബിളാണ്, വിശ്വാസം കൊണ്ട് പോസിബിളാണ്, പക്ഷേ നമുക്ക് കിട്ടണ്ടേ? മർക്കോസ് 9:23 യേശു പറഞ്ഞു കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഇറ്റ് ഈസ് പോസിബിൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കാൻ പറ്റും. പക്ഷേ ഈ സാധിക്കുന്നതും അനുഭവിക്കുന്നതും രണ്ട് മിഷനറിയാണ്. അപ്പം അനുഭവിക്കുന്നതിനെ കുറിച്ച് നമുക്കൊന്ന് അടുത്ത ദിവസം കാണാം. അനുഭവിക്കുന്നതേ ഇറ്റ് ഈസ് പോസിബിൾ, പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യണത് വേറെ ഒരു സബ്ജക്റ്റാണ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം കാണാം. പേര് മനോജ് ജോസഫ്, എൻ്റെ ഭാര്യ ജോമോൾ, എൻ്റെ വീട് തണ്ണീർമുഖത്തു നിന്നാണ്. ഞങ്ങളിപ്പോൾ അയർലൻഡിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ 2018 ജൂലൈ മാസം ആണ് ഇവിടെ പുതിയ ഉടമ്പടി എടുക്കുന്നത്. 2017 മുതൽ ഈ നിമിഷം വരെ മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 2023 ഞാനിവിടെ സാക്ഷ്യം പറയാൻ എത്തിയിരുന്നുവെങ്കിലും എനിക്കത് പറയാൻ സാധിച്ചില്ല. ഞാൻ ഈ സിസ്റ്റർ അവിടെ അടുത്തൊരു വന്നിരുന്നു, പക്ഷേ എനിക്ക് പറയാൻ സാധിച്ചില്ല, തിരികെ പോയി. ഞാൻ 2 ആഴ്ച മുന്നെയാണ് ഇവിടെ എത്തിയത്. അതായത് എൻ്റെ സാക്ഷ്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. 2017 വരെ ഞങ്ങൾ ആദ്യമേ ഇറ്റലിയിലായിരുന്നു. 2017 നീണ്ട 10 വർഷത്തെ കാലാവധി, 10 വർഷത്തിന് ശേഷം ഇറ്റാലിയൻ സിറ്റിസൺ എൻ്റെ ഭാര്യയ്ക്ക് ആദ്യം കിട്ടി 2017. അതിന് കിട്ടിയ ശേഷം 1 വർഷത്തിന് ശേഷം 2018 ഇറ്റാലിയൻ സിറ്റിസൺഷിപ്പ് എനിക്ക് കിട്ടുന്നത്. 2017 ഇറ്റാലിയൻ സിറ്റിസൺഷിപ്പ് കിട്ടുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ 2 ചോയ്സ് ഉണ്ടായിരുന്നു. UK പോകണോ അയർലൻഡിലോട്ട് പോകണോ. എവിടെ പോയാലും IELTS അല്ലെങ്കിൽ OET ഈ 2-ൽ ഏതെങ്കിലും ഒന്ന് പാസ്സായിട്ട് വേണമെങ്കിലേ നമുക്ക് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളായിരുന്നുള്ളൂ. അതല്ല എങ്കിൽ കെയറായിട്ട് നമുക്ക് ഏതെങ്കിലും UK അല്ലെങ്കിൽ അയർലൻഡിലോ ജോലി ചെയ്യാം.
കാര്യം എൻ്റെ 2 കുട്ടികളും ആ സമയങ്ങളിൽ നാട്ടിലാണ് അവർ പഠിച്ചിരുന്നത്. കാര്യം കുട്ടികളുമായി ഒരുമിച്ച് ഒരു കുടുംബജീവിതം നയിക്കുന്നതിന് വേണ്ടിയായിരുന്നു വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് ഞങ്ങൾ മൂവ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത്. അങ്ങനെ 2017 മാതാവിനോട് പ്രാർത്ഥിച്ചു, എവിടെ പോകണം, ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ അയർലൻഡിലോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു. സങ്കടത്തോടുകൂടി തന്നെ പോയ കാര്യം, ഞങ്ങൾ ഇറ്റലിയിലെ സാഹചര്യങ്ങളും അയർലൻഡിലെ സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. അയർലൻഡിൽ ഭയങ്കര ജീവിത ചിലവാണ്. അവിടെ 2 പേർക്ക് അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും നേഴ്സായിട്ടെങ്കിലും ജോലി ചെയ്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഒരാൾ കെയർ ആണെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ അവിടെ വാടക കൂടുതലും അതുപോലെ ജീവിത ചിലവുകളും കൂടുതലും ആയിട്ട് മുന്നോട്ട് എങ്ങനെയെങ്കിലും ഒന്ന് അത് തുലനം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നുള്ളൂ. അങ്ങനെ 2017 എന്തും വരട്ടെ മാതാവിൽ ആശ്രയിച്ച് 2017 എൻ്റെ ഭാര്യയെ അയർലൻഡിലോട്ട് വിട്ടു. അവരുടെ ബ്രദറും അവിടെ ഉണ്ടായിരുന്നു, സിസ്റ്റർ ലോയി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവളോട് പോയി. 2017 അവളോട് ജോലിക്ക് കയറി 1 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് മാതാവ് ഒരു മിറാക്കിൾ ഞങ്ങൾക്കായി, അതായത് ഞങ്ങൾക്ക് വേണ്ടി ഒരു നിയമം അവിടെ മാതാവ് അവിടെ കൊണ്ടുവന്നു. അതായത് വെറും ഒരു 3 മാസത്തേക്ക് ഒരു നിയമം. യൂറോപ്പിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് 5 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്താൽ, നേഴ്സായിട്ട് ജോലി ചെയ്താൽ മതി. ആ ജോലി ചെയ്തിട്ട് അവിടെ OET IELTS കൂടാണ്ട് നമുക്ക് അയർലൻഡിലെ നേഴ്സായിട്ട് നേരിട്ട് പിൻ നമ്പർ കിട്ടും എന്നൊരു നിയമം അവിടെ ഈ 2017 ശേഷം അവിടെ നിയമം അവിടെ പ്രാബല്യത്തിൽ വന്നു. ഞങ്ങൾ 2017 എൻ്റെ ഭാര്യ അവിടെ ജോലിക്ക് അയർലൻഡിൽ പോകുന്നതിന് മുമ്പ് ഞാൻ അവിടുത്തെ NMBA എന്നുള്ള നഴ്സിംഗ് ബോർഡിൽ ഞാൻ പോയി നേരിട്ട് അന്വേഷിച്ചതായിരുന്നു. അപ്പോൾ അവരോട് നിങ്ങളുടെ ഓവർസീസാണ്, കാരണം നേഴ്സ് ഇന്ത്യയിൽ നിന്ന് വരുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് IELTS അല്ലെങ്കിൽ OET വേണം, നിങ്ങൾക്ക് സിറ്റിസൺ ഉണ്ടായാൽ കൂടി നിങ്ങൾക്ക് സാധിക്കുകയില്ല, നിങ്ങൾക്ക് 2 പേർക്കും OET IELTS ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാൻ സാധിക്കൂ. അതിനുശേഷം ഞങ്ങൾ അങ്ങനെയാണ്, അതിനുശേഷമാണ് ഒരു നിയമം ഇങ്ങനെ അവിടെ പ്രാബല്യത്തിൽ വന്നത്. ജൂലൈ മാസമായിരുന്നു ആ നിയമം പ്രാബല്യത്തിൽ വന്നത്. അങ്ങനെ ഭാര്യ അവിടുത്തെ നേഴ്സിംഗ് ബോർഡിൽ അവിടെ ചെന്ന് ആപ്ലിക്കേഷൻ കൊടുത്തപ്പം അവർ പറഞ്ഞു, ആദ്യമേ അതിനുവേണ്ടി ചെന്നതാണ്. ആ ദിവസം അവിടെ ചെന്നപ്പോൾ അവർക്ക് എന്താ അസൗകര്യം വന്ന് നഴ്സിംഗ് ബോർഡ് വരെ ചെന്നില്ല, അതിനുമ്പോൾ തിരികെ പോയി. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇന്നലെ മുതലാണ് നിയമം അവിടെ ഞങ്ങൾക്ക് ആ നിയമം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത്, അങ്ങനെ ഒരു നിയമമുണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അത് സ്പൗസിനും കൂടെ അത് ചെയ്യാമെന്ന ഒരു നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ദൈവമേ, മാതാവ് ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലമാണുള്ളതായിരുന്നു, നീ ഒരു കാര്യം ചെയ്യുക, എനിക്കും വേണ്ടി അപ്ലൈ ചെയ്തത്. കാര്യം എനിക്ക് ഓൾറെഡി സിറ്റിസൺ ആയിട്ടില്ല. അവർ പറയുന്നത് സിറ്റിസൺ വേണം, സിറ്റിസൺ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. എനിക്ക് സിറ്റിസൺ കിട്ടണമെങ്കിൽ 1 വർഷം കൂടെ നിൽക്കണം. ഓക്കെ, ഞങ്ങൾ അപ്ലൈ ചെയ്തു. ആ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ കാലാവധി 6 മാസമാണ്. എല്ലാവർക്കും അറിയാം, 6 മാസത്തിനകം നമ്മളുടെ അതിന് വേണ്ടിയുള്ള നമ്മുടെ ഇവിടെ നാട്ടിലെ കോളേജിലെ രജിസ്ട്രേഷനും എല്ലാം കൊടുത്ത് 6 മാസത്തിനകം അവിടെ നഴ്സിംഗ് ബോർഡിൽ അവിടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ മതി. ആദ്യം തന്നെ എൻ്റെ പേപ്പറാണ് ആദ്യം തന്നെ അവരെ പറഞ്ഞ 6 മാസം 3 മാസം കൊണ്ട് തന്നെ എൻ്റെ ആപ്ലിക്കേഷൻ പോകുമ്പോൾ അതെല്ലാം റെഡിയായി ഞാൻ അത് സബ്മിറ്റ് ചെയ്തു. പക്ഷേ അതുവരെ എനിക്ക് സിറ്റിസൺ കിട്ടിയിട്ടില്ല. കാരണം എനിക്ക് 9 വർഷവും 6 മാസം വേണമല്ലോ. എനിക്ക് സിറ്റിസൺ കിട്ടണമെങ്കിൽ വീണ്ടും ഒരു 6 മാസം എടുക്കണം. 10 വർഷം കഴിഞ്ഞു എങ്കിൽ 10 വർഷം കഴിഞ്ഞെങ്കിൽ വീണ്ടും 1 മാസം 1-2 മാസം കഴിഞ്ഞെങ്കിൽ എനിക്ക് സിറ്റിസൺ അവിടെ കിട്ടുമായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് എൻ്റെ പേപ്പർ വർക്കുകൾ ആദ്യം റെഡിയായി. ഞാൻ അത് അവർക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്തു. അവരെനിക്ക് ഇമെയിൽ ചെയ്തു, റിജക്റ്റ് ചെയ്തു. കാര്യം അവർ പറയുന്ന പോലെ നിനക്ക് സിറ്റിസൺഷിപ്പ് ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കും. കാരണം എനിക്ക് അവർ പറയുന്ന അതിൻ്റെ പേപ്പറിൻ്റെ കാലാവധി 6 മാസം സബ്മിറ്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് മാസമാണ്. അതിനുപ്പുറം നമ്മളവിടെ കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ നേഴ്സായിട്ട് നമുക്ക് എന്തെങ്കിലുമായിട്ട് അവിടെ നമുക്ക് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 6 മാസത്തിനകം ഞാനിവിടെ അതിന് മുമ്പ്, അതായത് അവർ പറയുന്ന ഓഗസ്റ്റ് മാസം ആണ് ലാസ്റ്റ് അവർ പറയുന്ന ഡേറ്റ്. അപ്പോൾ ഞാൻ ജൂലൈ മാസം ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. ഉടമ്പടി മാതാവിനെ പറഞ്ഞു, മാതാവേ, ജൂലൈ മാസം മുതൽ ഇറ്റലിയിൽ ചൂട് തുടങ്ങുക, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ, പിന്നെ അവിടെ അവധിയാണ്. അപ്പോൾ ഓഗസ്റ്റിൽ മുമ്പ് എനിക്ക് എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം ശരിയാവുകയാണെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ പാസ്പോർട്ട് ഇനി വീണ്ടും അവിടുത്തെ ഇറ്റലിയിൽ അയർലൻഡ് നഴ്സിംഗ് ബോർഡിൽ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുമായിട്ട് എനിക്ക് എന്തെങ്കിലും അവരോട് ചോദിക്കാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് എൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയ സ്ഥിതിക്ക് എനിക്ക് എൻ്റെ പാസ്പോർട്ടോട് എന്തെങ്കിലും ഒന്നുകൂടെ അവരോട് ചോദിക്കാം. എനിക്ക് പാസ്പോർട്ട് ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് റിജക്റ്റ് ആയത്, അതുകൊണ്ട് ഞാൻ അപ്പോൾ അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ജൂലൈ വന്നതിന് ശേഷം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ഇവിടുന്ന് മാതാവിനെ പ്രാർത്ഥിച്ചു, മാതാവേ,
ഞാനവിടെ ചെല്ലുമ്പോൾ വീട്ടിലിറങ്ങുമ്പോൾ അവിടെ എൻ്റെ പോസ്റ്റ് ബോക്സിൽ, അതായത് അവിടുത്തെ എമിഗ്രേഷനിലെ ഓഫീസിൽ നിന്ന് ഒരു ലെറ്റർ ഇങ്ങനെ പുറത്തോട്ട് നീണ്ടു നിൽക്കണം. അതാണ് ഞാൻ പ്രാർത്ഥിച്ച മാതാവിനോട്. കാരണം എങ്കിലേ എൻ്റെ കണക്കുകൂട്ടലുകളിൽ ഒരു ഓഗസ്റ്റ് മാസം മുമ്പ് എനിക്ക് കൈ കിട്ടുള്ളൂ. അപ്പം അതെൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക, എൻ്റെ ആഗ്രഹമായിരുന്നു കേട്ടോ. ഞാനത് അവിടെ ചെന്നു, ഞാൻ ഇറ്റലിയിൽ ചെന്നിട്ട് ഞാൻ പോസ്റ്റ് ബോക്സിൽ നോക്കുമ്പോൾ ഇതേ ഒരു ലെറ്റർ പുറത്തോട്ട് നീണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ മാതാവ് ചിലപ്പോൾ അതായിരിക്കണേ, ഞാൻ ഓടി ചെന്ന് നോക്കിയപ്പോൾ കറക്റ്റാണ്, ഒരു ലെറ്റർ വന്നിരിക്കുക. നീ പോയി എമിഗ്രേഷൻ ചെന്ന് പാസ്പോർട്ടിന് വേണ്ടിയുള്ള എല്ലാ പേപ്പറുകളും റെഡി ആയിട്ടുണ്ട്, പാസ്പോർട്ടിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു ലെറ്റർ എത്രയും പെട്ടെന്ന് അവിടെ ചെന്ന് അവർ സ്വീകരിക്കാൻ വേണ്ടി. ഞാൻ അതുമായിട്ട് നേരെ അവിടെ ചെന്നു. എനിക്ക് പാസ്പോർട്ട് ഓഗസ്റ്റിന് മുമ്പ് തന്നെ എനിക്ക് ഒരു പാസ്പോർട്ട് കിട്ടി. ഞാൻ നേരെ, അതായത് ഇവർ പറഞ്ഞ അയർലൻഡിലെ നേഴ്സിംഗ് ബോർഡ് അവർ പറഞ്ഞ പ്രകാരമുള്ള ആ 6 മാസക്കാലം തീരുന്ന ഓഗസ്റ്റ് മാസം മുമ്പ് ഞാൻ അയർലൻഡിൽ ചെന്ന് എംബസി, അവിടുത്തെ നേഴ്സിംഗ് ബോർഡിൽ എൻ്റെ പാസ്പോർട്ട് കൊടുത്ത് പറഞ്ഞ്, ഇല്ല, നിന്നെ റിജക്റ്റ് ചെയ്തേക്ക് തന്നെയാണ്. കാര്യം നീ അപ്ലൈ ചെയ്ത സമയത്ത് നിനക്ക് സിറ്റിസൺഷിപ്പ് ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, ദൈവമാതാവ് ഇത് വലിയ പ്രശ്നമാണല്ലോ, എന്ത് ചെയ്യും? അപ്പോൾ അപ്പോൾ ഞാൻ പാസ്പോർട്ട് കൊണ്ടുപോകുമ്പോൾ, ഞാൻ ഏത് പാസ്പോർട്ട്, എൻ്റെ ഇന്ത്യൻ പാസ്പോർട്ട് ആയിരുന്നെങ്കിലും എൻ്റെ അയർലൻഡ് പാസ്പോർട്ട് ആണെങ്കിലും ഞാൻ അതിൻ്റെ മാതാവിൻ്റെ ഒരു പടം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അവിടെ റിസപ്ഷനിൽ അവിടുത്തെ പാസ്പോർട്ട് കാണിച്ചപ്പോൾ അതിൻ്റെ അകത്തുനിന്നൊരു മാതാവിൻ്റെ ഒരു പടം താഴോട്ട് പോയി. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, നീ ഭയങ്കര വിശ്വാസിയാണെന്ന് തോന്നുന്നു, നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു ലെറ്റർ എഴുതി അതിനകത്ത് ഹന്നാമ്പളം തെളിച്ച് നീ ഒരു ലെറ്റർ എഴുതി, നല്ലൊരു ലെറ്റർ എഴുതിയിട്ട് നീ ഇങ്ങോട്ട് കൊണ്ടുപോവാ, എന്നിട്ട് ഞാൻ ഇവർക്ക് അയക്കാം, നിങ്ങളുടെ എന്താ പ്രശ്നമെന്ന് അറിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെ ഒരു നോട്ടറിയെ കൊണ്ട് കറക്റ്റായിട്ട് എഴുതിപ്പിച്ച്, ഞാൻ ഇവിടെ എൻ്റെ വൈഫ് ഇവിടെ അയർലൻഡിൽ ജോലി ചെയ്തിരിക്കുകയാണ്, എനിക്ക് ഇപ്പോഴാണ് പാസ്പോർട്ട് കിട്ടിയത്, ഡീറ്റെയിലായിട്ട് ഞാൻ ലെറ്റർ എഴുതി കൊടുത്തു. ഓക്കെ, ഞാൻ വലിയ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ നേരെ എൻ്റെ ജോലി സ്ഥലമായ ഇറ്റലിയിലേക്ക് തിരിച്ചു പോയി. ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഇമെയിൽ വന്നു, ഡയറക്റ്റ് പിൻ നമ്പരാണ്. അതായത് അറിയാം, OET IELTS കഴിഞ്ഞിട്ട് അയർലൻഡിൽ ആര് ചെന്നാലും അവിടെ നമുക്ക് ഒന്നിന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വേണം. അതൊന്നും കൂടാണ്ട് എനിക്ക് ഒരു പിൻ നമ്പറിന് പൈസ അടച്ചോളാൻ പറഞ്ഞ് അവരെനിക്ക് തന്നു. അതിന് പ്രകാരം ജോമോൾ, എൻ്റെ വൈഫ് പിന്നെ കുറച്ച് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ അവൾക്ക് പാസ്പോർട്ട് കിട്ടി. പാസ്പോർട്ടില്ല, അവൾക്ക് പിൻ നമ്പർ കിട്ടി. ഞങ്ങൾക്ക് രണ്ടുപേരും ഞങ്ങളിപ്പോൾ അയർലൻഡ് മാതാവിൻ്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾ അയർലൻഡിൽ ഇപ്പോൾ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. ഞാനും ഇപ്പോൾ അവിടെ നേഴ്സിംഗ് മാനേജറായിട്ടാണ് ജോലി ചെയ്യുന്നത്. അതിന് ശേഷം 2019 ഞാൻ വീണ്ടും പുതുക്കി. ഈ കഴിഞ്ഞ മാർച്ച് മാസം എനിക്ക് അവിടെ ഒരു ചെറിയൊരു വിഷയം വന്നു, അതായത് ജോലി സംബന്ധമായ ഒരു വിഷയം വന്നു. അതായത് അവിടെ ഒരു മെഡിസിൻ, ഞങ്ങൾക്ക് മെഡിസിൻ ചാർട്ട് ചെയ്ത് ഞാൻ അറിയാണ്ട് ഒരു മെഡിസിൻ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതൊരു ചെറിയ വിഷയം വന്നപ്പോൾ ഞാൻ അന്ന് ലൈറ്റ് ക്യാൻഡിലിട്ട് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ഒരു വിഷയം, ആ ഒരു ദിവസം മാത്രമേ അവരെന്നോട് ചോദിച്ചാൽ പിന്നെ വിഷയം മുന്നോട്ട് പോയില്ല, അല്ലെങ്കിൽ അത് കോർട്ട് കേസ് വരെ ആകുമെന്നെങ്കിൽ ഒരു പ്രശ്നം പ്രോബ്ലത്ത് വന്നപ്പോൾ ഞാൻ വളരെയധികം സങ്കടപ്പെട്ടു. അന്ന് ലൈറ്റ് ക്യാൻഡിലിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് ഒരു പ്രോബ്ലം മുന്നോട്ടുണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചത്. ഒരു വിഷയം അന്ന് മുതൽ ഇന്ന് വരെ ആ മാതാവിൻ്റെ അനുഗ്രഹത്താലെ ഒരു കുഴപ്പവും കൂടാണ്ട് ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകുന്നു. അതുപോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നതായിട്ട് പത്രമെല്ലാം കൊടുക്കുമായിരുന്നു, അവിടുത്തെ ഐറിഷ് ആൾക്കാർക്കും പത്രം കൊടുക്കുമായിരുന്നു. അതുപോലെ ഇങ്ങനെ എനിക്ക് ജോലി മാതാവ് തന്നത് പ്രകാരം ഞാൻ കുറേ പേർക്ക് ഞാൻ അവിടെ തന്നെ കെയറായിട്ടും അങ്ങനെ പല കാര്യങ്ങളായിട്ട് ഞാൻ ജോലി പലപ്പോഴായിട്ടും കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടായത്. ഞാൻ എല്ലാ മാസവും തന്നെ ഞങ്ങളിവിടെ പാവപ്പെട്ടവർക്ക് വേണ്ടി പൈസ അയച്ചു കൊടുക്കും, ചാരിറ്റി പ്രവർത്തനമുണ്ട്. അതുപോലെ തന്നെ ആത്മീയ വളർച്ച ഞാൻ എല്ലാ ദിവസവും 7 പ്രാവശ്യം കൊന്തയിലും. അതായത് അത് ഞാൻ തന്നെ എടുത്ത തീരുമാനം കേട്ടോ. അത് മൺഡേ ടു സൺഡേ. അത് സന്തോഷവും അതിൻ്റെ ദുഃഖത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ഫുള്ളായിട്ട്, അത് മൺഡേ ടു സൺഡേയിൽ 7 പ്രാവശ്യം ഞാൻ എല്ലാ ദിവസവും മുടങ്ങാണ്ട് കൊന്തയില്ലെന്നാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് രമ്യ സോബിൻ. ഞാൻ കോട്ടയം ജില്ലയിൽ ലൂർദ് ഫൊറാന ചർച്ചിൽ നിന്ന് വരുന്നു. ഇടവക അംഗമാണ്. എനിക്ക് കിട്ടിയ 2 സാക്ഷ്യങ്ങൾ, നിയോഗങ്ങൾ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഒന്നാമതായി, ഞാനൊരു നേഴ്സാണ്.
എല്ലാവരെയും പോലെ OET പഠിച്ച് വെളിയിൽ പോകണമെന്നാണ് ആയിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ ആദ്യം ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഒമാനിലായിരുന്നു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 2018 എനിക്ക് ക്യാൻസർ ആണെന്ന് കൺഫേം ചെയ്തു. ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ നാട്ടിൽ വരികയും കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൽ അത് കൺഫേം ആകുകയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു. കീമോതെറാപ്പിക്ക് ശേഷം കുഴപ്പമൊന്നുമില്ല, ഇനി തിരിച്ചു പൊയ്ക്കോളൂ, 6 മാസം കഴിഞ്ഞ് വന്ന് പെറ്റ് സ്കാൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ തിരിച്ചു പോയി ജോലി ചെയ്തു. 2019 വീണ്ടും വന്ന് സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ മീഡിയാസ്റ്റനത്തിൽ വീണ്ടും ഒരു ലിംഫ് നോഡുണ്ട് എന്ന് പറഞ്ഞു. സാധാരണയായി ഹോട്ട്സ്കിൻ ലിംഫോമ എന്ന ക്യാൻസർ ഒരു പ്രാവശ്യം ഒരാൾ വന്നാൽ പിന്നെ 5 വർഷത്തിന് ശേഷമേ വരികയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. വീണ്ടും കീമോതെറാപ്പിയും റേഡിയേഷനും വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ RCCയിലേക്ക് ട്രീറ്റ്മെൻറ്റ് ചേഞ്ച് ചെയ്തു. ആ സമയത്ത് എൻ്റെ ഒരു ആൻറ്റി വഴിയാണ് ഞാനും അമ്മയും ആദ്യമായി ഇവിടെ വരുന്നത്. അന്ന് എൻ്റെ അമ്മയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. അമ്മ ഉടമ്പടി എടുത്തു, ഞാനും അമ്മയുടെ കൂടെ പ്രാർത്ഥിച്ചു. പിന്നെ അമ്മ മാസം ഇവിടെ വരുമായിരുന്നു പ്രാർത്ഥിക്കുവാനായിട്ട്. അത് കഴിഞ്ഞ് കോവിഡിൻ്റെ കാലമായത് കഴിഞ്ഞ് അതോടുകൂടി പിന്നെ വരാതെയായി. തുടർന്ന് വീണ്ടും കോവിഡിൻ്റെ സമയത്ത് എൻ്റെ ട്രീറ്റ്മെൻറ്റ് നിന്നുപോയി. 3ാമത് വീണ്ടും ഒരു പെറ്റ് സ്കാൻ ചെയ്തപ്പോൾ വീണ്ടും എൻ്റെ മീഡിയാസ്റ്റനത്തിലത് ലിംഫ് നോഡ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്, അബ്ഡോമിനിലും ഒരു നോഡുണ്ട് എന്ന് പറഞ്ഞു. അത് റേഡിയേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 23 റേഡിയേഷൻ ചെയ്തു. അതിനുശേഷം RCCയിൽ 2021 സെപ്റ്റംബർ 1-ാം തീയതി ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി ഞാൻ അഡ്മിറ്റായി. സെൻട്രൽ ലൈനും എല്ലാം ഇട്ട് എൻ്റെ ഇത് തന്നെയാണ് സാമ്പിൾ എടുത്തിരുന്നത്. പക്ഷേ മിനിമം 2 mm വേണ്ടിടത്ത് എനിക്ക് 1 മാത്രമേ അന്ന് ലഭിച്ചിരുന്നുള്ളൂ. അന്നേരം അത് ചെയ്യാൻ പറ്റത്തില്ല, ഹൈ റിസ്ക് ആണ് എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വിട്ടു. അതിനുശേഷം 2022 ജനുവരിയിൽ ഞങ്ങൾ വീണ്ടും അവിടെ അഡ്മിറ്റായി. എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അമ്മയും മുട്ടിപ്പായിട്ട് എന്നും ഇരുന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്തെല്ലാം എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ആ സമയത്ത് കറക്റ്റ് 2 mm ലഭിച്ച് എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ വളരെ ഹൈ റിസ്ക് ആയിരുന്നെങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ നടന്നു. ആവശ്യമായിരുന്ന ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷനും വേണ്ട ആളുകളെല്ലാം ദൈവവും മാതാവും ആ സമയത്ത് അറേഞ്ച് ചെയ്ത് തന്നു. തിരുവനന്തപുരത്തായതുകൊണ്ട് ആളുകളെ സംഘടിപ്പിക്കാൻ വളരെ പാടായിരുന്നു. എല്ലാവരുടെയും ബ്ലഡ് പ്രഷറും അതും എല്ലാം നോർമൽ ആണെങ്കിൽ മാത്രമേ സാമ്പിൾ എടുക്കുവാൻ പറ്റിയിരുന്നുള്ളൂ. അതും ഒരു ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും എല്ലാം മാതാവ് ഞങ്ങൾക്ക് ഓരോരോ വഴിയിലൂടെ അതെല്ലാം അറേഞ്ച് ചെയ്ത് മാർച്ച് മാസത്തോടു കൂടി ഞാൻ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. അതിനുശേഷം ഓരോ മാസവും ചെക്കപ്പിന് ചെല്ലുമായിരുന്നു. എല്ലാം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, ഇനി അവിടുത്തെ ചെക്കപ്പ് വേണ്ട, കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫോളോ അപ്പ് മാത്രം മതിയെന്ന് പറഞ്ഞു. 6 മാസവും 3 മാസവും കൂടുമ്പോൾ ചെക്കപ്പ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. ഇത്രയും നല്ലൊരു അനുഗ്രഹം തന്ന ദൈവത്തിനും മാതാവിനും 1000 നന്ദി പറയുന്നു. ഇപ്പോഴും ആ ചെക്കപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെയും ഫോളോ അപ്പിന് പോയിരുന്നു, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. അതേ തുടർന്ന് എനിക്ക് ഒരു സ്കിൻ അലർജി ഉണ്ടായി. തണുത്ത സാധനങ്ങൾ AC-യുടെ തണുപ്പ് കൂടുതലായി അടിക്കുക, നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനം കൈകൊണ്ട് എടുത്ത് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആ തണുപ്പടിച്ച ഭാഗത്ത് ഭയങ്കര ചൊറിച്ചിലായിരിക്കും. പറയുമ്പോൾ എല്ലാവരും പറയുമോ അതിപ്പോൾ എന്നെ ഇച്ചിരി കഴിയുമ്പോൾ അങ്ങ് മാറിയേലേന്ന്. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും റൂമിലൊക്കെ AC നല്ല കൂളിങ്ങിലിരുന്നാൽ കാലെല്ലാം അങ്ങ് ചൊറിയാൻ തുടങ്ങും. പിന്നെ ഒരു ചെറിയ ചൂടായി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അത് നോർമലാവുള്ളായിരുന്നു. ഈ കഴിഞ്ഞ ഒക്ടോബർ 26-ാം തീയതി മുതൽ എനിക്ക് ആ രോഗം പൂർണ്ണമായും എൻ്റെ ശരീരത്തിൽ നിന്ന് മാറിക്കിട്ടി. ആ ദിവസം എനിക്ക് ഭയങ്കരമായിട്ടും അതികഠിനമായ ചൊറിച്ചിലായിരുന്നു. ഞാൻ അന്ന് മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവ് എനിക്കിനി വയ്യ, എന്നെ ചെയ്യാനും പറ്റുന്നില്ല. പൂർണ്ണമായി എനിക്ക് അന്നത്തോടു കൂടി പിന്നീട് എനിക്ക് ഇതുവരെയായിട്ടും ആ അസുഖം വന്നിട്ടില്ല. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ എന്നും കുരിശ് വരയ്ക്കുമായിരുന്നു. എൻ്റെ നെറ്റിയിലും കൈകാലുകളിലും എല്ലാം ഞാൻ ഉപയോഗിക്കുമായിരുന്നു. അതിനുശേഷമാണ് എനിക്ക് പൂർണ്ണ രോഗസൗഖ്യം ലഭിച്ചത്. 2023
ജനുവരിയിലാണ് ഞാൻ OET പരീക്ഷ എഴുതിയത്. അന്നേരം എൻ്റെ കൂടെ പഠിച്ചിരുന്നവരാണ് പറഞ്ഞത്, നീയും പോയി ഉടമ്പടി എടുക്കാൻ, നിനക്കും ഞങ്ങളെല്ലാവരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ്, നീയും പോയി ഉടമ്പടി എടുക്കാൻ. അങ്ങനെ ഞാൻ 8/1/2023 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ആദ്യത്തെ OET പരീക്ഷയിൽ ഞാൻ തോറ്റുപോയി. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തു. പക്ഷേ അതിലും ഞാൻ തോറ്റുപോയി. ഭയങ്കര സങ്കടമായിരുന്നു അന്ന്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവേ എനിക്കൊരു ജോലി വേണം, ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതിനുശേഷം കൂട്ടുകാർ പറഞ്ഞ ഒരു ഏജൻസി വഴി RNIP എന്നൊരു പ്രോഗ്രാമുണ്ട്, കാനഡയുടെ PR ലഭിക്കുന്നതാണ്, അതിന് കൊടുക്കാൻ പറഞ്ഞു. അതിന് കൊടുത്തു. നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചാണ് ഞാൻ എല്ലാ സർട്ടിഫിക്കറ്റും അന്ന് സബ്മിറ്റ് ചെയ്തത്. മാതാവിന് ഇഷ്ടമില്ലായിരിക്കാം, ഒരു പേപ്പർ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞെങ്കിലും ഗവൺമെൻറ് ആ പ്രോഗ്രാം നിർത്തലാക്കി കളഞ്ഞു. അതിനുശേഷം ഒരു ജോലി വീണ്ടും എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നപ്പോൾ ഞാൻ നാട്ടിലെ ഹോസ്പിറ്റലുകളിൽ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. പക്ഷേ 4 വർഷത്തെ ഗ്യാപ്പ് വന്നത് കാരണം എനിക്കൊരു ജോലി ലഭിക്കത്തില്ലായിരുന്നു. എല്ലാവരും പറഞ്ഞത് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല എന്നാണ്. സത്യത്തിൽ എൻ്റെ എക്സ്പീരിയൻസ് ഒന്നും എനിക്കൊന്നും അല്ലാതായി തീർന്നു. എൻ്റെ മെറിറ്റ് എല്ലാം നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് പോകൂ എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കെ മാതാവ് ഇടപെട്ട് എൻ്റെ ഒരു കസിൻ എന്നോട് വിളിക്കുകയാണ്, സീനിയർ കെയർ ഇതിൽ ഒരു വേക്കൻസി ഉണ്ട്, നിനക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച്. ആ സീനിയർ കെയർ സെൻറ്റർ നടത്തുന്ന സാറും ഉണ്ടായിരുന്നു അന്നേരം. ഉടനെ തന്നെ പിറ്റേ ദിവസം എനിക്ക് ഇൻ്റർവ്യൂ ആയിരുന്നു. കാശ് രൂപം മുറുകെ പിടിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവരുടെ സ്ലാങ് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും മാതാവിൻ്റെ കരുണയാൽ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. 2 ദിവസത്തിനുള്ളിൽ ഓഫർ ലെറ്റർ വന്നു. കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു അത്. നവംബറിൽ ഞാൻ മെഡിക്കൽ എടുത്തു, അതും ക്ലിയർ ചെയ്ത് കൊടുത്തു. നാട്ടിലെ പോലീസ് ക്ലിയറൻസ് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു, അത് നൽകി. അതിനുശേഷം പിന്നീട് പേപ്പറിന് ഒരു അനക്കവുമില്ലായിരുന്നു. ഞാൻ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവേ ഇതും എനിക്ക് നഷ്ടപ്പെടുവാണോ? എപ്പോഴും എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ ഞാൻ പിന്നീട് പറയാൻ തുടങ്ങി, അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ ജനുവരിയിൽ വന്ന് ഉടമ്പടി പുതുക്കി. ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് ആദ്യത്തോടു കൂടി വിസ ആപ്ലിക്കേഷൻ പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ 2016 ലിബിയയിൽ വർക്ക് ചെയ്തിരുന്നു. അന്നേരത്തെ PCC ഞാൻ ഓൾറെഡി സബ്മിറ്റ് ചെയ്തതാണ്. അപ്പോൾ അവർ പറയുകയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള PCC വേണമെന്ന്. പക്ഷേ ഈ സമയത്ത് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അവിടെ നിന്ന് ഒരു PCC ലഭിക്കുക സാധ്യമായിരുന്നില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ എനിക്കിത് എവിടെ നിന്ന് ലഭിക്കും ഇനി? അപ്പോൾ ലോയർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എംബസിയെ വിളിച്ച് സംസാരിക്കാൻ. എംബസിയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവരാദ്യം പേപ്പറെല്ലാം സബ്മിറ്റ് ചെയ്യുവാൻ പറഞ്ഞു. അതിനുശേഷം എന്നോട് അവരൊരു ഡേറ്റ് തരും, അന്ന് ഞാൻ ഡയറക്റ്റ് അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ അവിടെ പോകാൻ ഇടവരുതരുതേ, അമ്മ തന്നെ അതിൻ്റെ കാര്യത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചു. ഒരു ദിവസത്തെ അച്ഛൻ്റെ ഡെയിലി പ്രയറിൽ ഉണ്ടായിരുന്നു, രേഖകൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് ഇതിൻ്റെ കാര്യത്തിൽ ദൈവം ഇടപെടുന്നു എന്ന്. അത് എൻ്റെ കാര്യം തന്നെ ആയിരിക്കണമേ എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ലോയർ വിളിച്ച് പറഞ്ഞു, ഞാൻ സബ്മിറ്റ് ചെയ്തു, എന്തായാലും നമുക്ക് നോക്കാമെന്ന്. കഴിഞ്ഞ ശനിയാഴ്ച എനിക്ക് വിസ അപ്രൂവലായെന്ന് പറഞ്ഞുള്ള മെസ്സേജ് വന്നു. മാതാവിൻ്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും ലേറ്റസ്റ്റ് PCC ചോദിച്ച സ്ഥലത്ത് പഴയ PCC വെച്ച് എനിക്ക് വിസ അപ്രൂവലായി ലഭിക്കുകയില്ലായിരുന്നു. ഇന്നലെ എൻ്റെ പാസ്പോർട്ട് വിസ അടിച്ച് എൻ്റെ കയ്യിൽ കെട്ടി. അടുത്ത വെള്ളിയാഴ്ച ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് പോകാനായിട്ട്. ഇത്രയും അനുഗ്രഹം നൽകിയ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്ന പത്രങ്ങൾ ബസ് സ്റ്റാൻഡുകളിലും പള്ളികളിലും എല്ലാം വിതരണം ചെയ്യും. പിന്നെ അവിടെ ഒരു അപ്പച്ചന്മാർ താമസിക്കുന്ന സ്ഥലമുണ്ട്. എന്നെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഞാൻ സാധനങ്ങളെല്ലാം മേടിച്ച് അവർക്ക് കൊണ്ടുപോയി കൊടുക്കും. കാശ് രൂപവും പത്രവും എല്ലാം അവിടെ അപ്പച്ചന്മാർക്കൊക്കെ കൊടുക്കും. അവരോട് വർത്തമാനം പറഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് തിരിച്ചു പോരും. പിന്നെ എൻ്റെ മുമ്പിൽ ആരെങ്കിലും വന്നാൽ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള തുകയൊക്കെ ആണെങ്കിൽ ഞാൻ അവരെ കൊടുത്ത് സഹായിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എനിക്ക് മാതാവിനെ എടുക്കാനുള്ള ഒരു അനുഗ്രഹം കിട്ടി.
അതുപോലെ തന്നെ എനിക്ക് മുല്ലപ്പൂ സുഗന്ധവും അന്ന് ലഭിച്ചു. മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ഞാൻ അന്ന് ഉറച്ചു വിശ്വസിച്ചു. എന്ത് കാര്യത്തിലും ഇപ്പം മാതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ എനിക്ക് ലഭിച്ചു. 2 ആഴ്ച കൂടെ കൂടുമ്പോൾ ഇപ്പോൾ കുമ്പസാരിക്കുകയും അരമണിക്കൂർ ബൈബിൾ വായിക്കുകയും ചെയ്യുന്നു. തടസ്സങ്ങൾ കൂടുതലായിരുന്ന സമയത്ത് ഞാൻ ഇവിടെ അടുത്തുള്ള ആരെങ്കിലുമൊക്കെ വന്ന് പോകുമ്പോൾ കൃപാസന പത്രങ്ങൾ മേടിച്ച് എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. കാരുണ്യ പ്രവർത്തികളെല്ലാം കൂടുതൽ ചെയ്തു. പിന്നീട് സാക്ഷ്യങ്ങളെല്ലാം ഒത്തിരി കേൾക്കുകയും ഷെയർ ചെയ്യുകയും ഡെയിലി ബ്രെഡ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിലെ ധ്യാനം ഷെയർ ചെയ്യുമായിരുന്നു. ഇങ്ങനെയെല്ലാമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അവസരം നൽകിയതിന് ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2024 മാർച്ച് 26 തീയതിയാണ്. എൻ്റെ ഒന്നാമത്തെ ഉടമ്പടിയിൽ നേർന്നിരുന്ന നിയോഗം എൻ്റെ ജോലി തന്നെയായിരുന്നു. ഞാനൊരു ടീച്ചറാണ്. ഞാൻ എൻ്റെ മോൻ്റെ 2ാമത്തെ ഡെലിവറി കഴിഞ്ഞ് ലീവ് എടുത്തതാണ്. പക്ഷേ അത് കഴിഞ്ഞ് എനിക്ക് തിരിച്ച് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് എൻ്റെ 3ാമത്തെ ഡെലിവറി, എൻ്റെ മക്കളെയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയുടെ പെട്ടെന്നുള്ള മരണം, പിന്നെ കോവിഡ്, അങ്ങനെ എല്ലാമായിട്ട് 5 വർഷത്തോളം എനിക്ക് കരിയർ ബ്രേക്ക് വന്നു. അപ്പോൾ ഈ സമയത്തൊക്കെ എൻ്റെ അമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയിലാണ് എന്നെ എൻ്റെ ചേച്ചിനെയൊക്കെ വളർത്തിയിരുന്നത്. പക്ഷേ എൻ്റെ അമ്മയുടെ മരണത്തോട് ഞാൻ ഒരു കാത്തലിക് ലൈഫിൽ നിന്ന് വല്ലാണ്ടാകുന്നു. എനിക്ക് കുർബാനയ്ക്ക് പോകാനും അല്ലെങ്കിൽ കുംസാരിക്കാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ കൂദാശകളിൽ നിന്ന് അകന്ന് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി പയ്യെ ദൈവത്തിൻ്റെ അസ്തിത്വത്തിലെ ചോദ്യങ്ങൾ, ഡൗട്ടൊക്കെ വരും. ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിക്കാൻ തുടങ്ങി. ദൈവം തന്നെ ഉള്ളതാണോ, അങ്ങനെയൊക്കെ പലപ്പോഴും ചിന്തിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ കാലഘട്ടത്തിലെല്ലാം PSCക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരുന്നു. ഞാൻ പ്രിലിംസൊക്കെ ക്ലിയർ ചെയ്യും. പക്ഷേ എനിക്ക് ജോലി അതിന് പറ്റുന്നുണ്ടായിരുന്നില്ല. 3 മക്കളെയും, ഇളയ കുട്ടിക്ക് 1 വയസ്സാവുന്നേ ഉള്ളൂ, മൂത്ത കുട്ടിക്ക് 8 വയസ്സ്. ഈ കുഞ്ഞു കുട്ടികളെയും പിടിച്ചുകൊണ്ട് ഞാൻ PSCക്ക് പഠിക്കും. അതൊരു ഭയങ്കര സ്ട്രെയിനായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് എനിക്ക് മക്കളെ എവിടെയെങ്കിലും ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകാനോ ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ കൃപാസനത്തിലെ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി എൻ്റെ ഒരു കസിന് ടീച്ചിങ് ജോബ്, അത് കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയിൽ എയ്ഡഡ് സ്കൂളിൽ വേക്കൻസിയിൽ കിട്ടിയെന്നറിഞ്ഞത്. അത് ആ ആൻറ്റി എന്നോട് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ ശരീരത്തിലൊരു കറണ്ട് അടിക്കുന്ന ഒരു ഫീലായിരുന്നു. പെട്ടെന്ന് എനിക്കെൻ്റെ മനസ്സിൽ തോന്നി, ഇത് എനിക്ക് വേണ്ടി ഒരു കോളാണ്, ഇത് എനിക്ക് വേണ്ടി തമ്പുരാൻ പറഞ്ഞാണ്, എനിക്കൊരു മാറ്റത്തിന് വേണ്ടി പറഞ്ഞതാണെന്ന് എനിക്ക് അപ്പോഴാണ് തോന്നിയത്. കാരണം അതിനു മുമ്പ് എൻ്റെ അമ്മ ഹോസ്പിറ്റലിലായിരുന്ന സമയത്തൊക്കെ പലരും എനിക്ക് കൃപാസനത്തിലെ പേപ്പർ കൊണ്ട് തരുമായിരുന്നു, അല്ലെങ്കിൽ അമ്മേനെ കാണാൻ വരുന്നവർ ഉപ്പ് കൊണ്ട് തരുമായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ ആരെങ്കിലും പേപ്പർ തന്നാൽ ഞാൻ പറയും എനിക്ക് വേണ്ട, ഇത് സൂക്ഷിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നതല്ലാണ്ട് ഒരിക്കൽ പോലും ഞാൻ ആ പേപ്പർ വാങ്ങിച്ചിട്ടില്ല. എങ്ങാനും വീട്ടിലാരെങ്കിലും കൊണ്ടു കൊടുത്താൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു പേപ്പർ അന്വേഷിച്ച് കുറേ നടന്നു. എനിക്ക് കൃപാസനത്തിലെ പേപ്പർ കിട്ടിയില്ല. ഞാൻ യൂട്യൂബിൽ കുറേ നോക്കി, പല സൈറ്റിലാണെങ്കിലും എനിക്ക് കറക്റ്റ് സൈറ്റല്ല എനിക്ക് കിട്ടിയത്. പല ചാനൽസ് കണ്ടു, പക്ഷേ എപ്പോഴും എനിക്ക് എങ്ങനെ കൃപാസനത്തിൽ ഉടമ്പടി ചെയ്യണമെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ കൃപാസനത്തിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് പഠിക്കുന്ന സമയത്ത് ഫുൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മൂത്ത മോൻ പറയും, അമ്മ എന്താ കൃപാസനം അമ്മേനെ ഹിപ്നോട്ടൈസ് ചെയ്തോ, അമ്മ പഠിക്കുന്ന സമയത്ത് ഫുൾ ഇപ്പോൾ ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ഇരിക്കെ ഒരു ചേച്ചി എൻ്റെ വീട്ടിൽ രാത്രി വന്നിട്ട് കൃപാസനത്തിലെ പേപ്പർ തന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് ആ പേപ്പർ കിട്ടിയത്. എനിക്ക് മനസ്സിലായത് എനിക്ക് മാതാവ് എനിക്ക് കൊണ്ടുതന്നാണ്. ഞാൻ ആ പേപ്പർ എടുത്തു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് LP UP STയുടെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു PSC എക്സാമിനേക്കാളും, കാരണം PSC എക്സാം വഴി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ആയി പോകുന്നതെന്ന് എനിക്കൊരു പിടുത്തമില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ജോലിനേക്കാളും ഒരു എയ്ഡഡ് പൊസിഷനെയാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ പൈസ കൊടുത്ത് എവിടെയും കയറാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ ആ പേപ്പർ എൻ്റെ പഠിച്ചുകൊണ്ടിരുന്ന ബുക്കിൽ വെച്ചു. പക്ഷേ എന്താണെന്നറിയില്ല, അതിനുശേഷം എനിക്ക് പഠിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് സാക്ഷ്യങ്ങൾ കേൾക്കുകയായിരുന്നു. പിന്നെ ആ ഒരു സമയത്ത് തന്നെ 2 കോർപ്പറേറ്റ് ഏജൻസീസ് വിളിച്ചു, ടീച്ചിങ് പോസ്റ്റ് വിളിച്ചു. SH കോർപ്പറേറ്റ് ഏജൻസിയും അതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കോർപ്പറേറ്റ് ഏജൻസിയും രണ്ടും വിളിച്ചു. എനിക്ക് ഈ പ്രാവശ്യം, എനിക്ക് 36 വയസ്സ്, എനിക്ക് ഈ പ്രാവശ്യം തന്നെ എവിടെയെങ്കിലും കയറുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാം, ഈ കരിയർ ബ്രേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഒന്നേന്ന് തുടങ്ങുന്നൊരു ഫീലാണ്. നമുക്ക് എത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പഠിപ്പിച്ചിരുന്നെങ്കിലും എല്ലാം പോയി ഒന്നേന്ന് തുടങ്ങുന്നൊരു ഫീലിലായിരുന്നു ഞാനിരുന്നത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഇരിക്കെ എൻ്റെ മോൻ ഒരു ദിവസം രാത്രി ഒരു 1 മണിയായി വെച്ച് മൂത്ത മോൻ ചെവിവേദന എടുത്ത് കരയുന്നു, വല്ലാണ്ട് കരഞ്ഞു.
അപ്പോൾ മോനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത്. ഞാൻ ഈ കൃപാസനത്തിലെ കാര്യങ്ങൾ സാക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഫോൺ താഴെ വയ്ക്കുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ മൂത്ത മോൻ 9 വയസ്സുകാരൻ കൊച്ചിനായിരുന്നു ഉണ്ടായിരുന്നത്. മോൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഇത് മാതാവിൻ്റെ എണ്ണ അമ്മ ഒഴിച്ചു തരാം. ഒഴിച്ചു. ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എൻ്റെ മോൻ്റെ ചെവി വേദന മാറി. അപ്പം തന്നെ കുഞ്ഞ് കിടന്നുറങ്ങി. കാരണം ആ സമയത്ത് എൻ്റെ കൂടെ ഞാനും 3 മക്കളും മാത്രമേ ഉള്ളൂ. 3 മക്കൾ, ഇളയ കുട്ടി 1 വയസ്സായ കുട്ടീനെയും കൊണ്ട് 1 മണിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും ഒരു കാഷ്വാലിറ്റി സർവീസ് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് ചെവി വേദന എന്നൊക്കെ ഒന്നും എനിക്ക് പറ്റത്തില്ല. ഒരു 2 വീലർ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നത് ഭയങ്കര പാടാണ്. ആ സമയത്ത് എൻ്റെ മോന് ആ ഒരു അനുഗ്രഹം മാതാവ് കൊടുത്തത് എൻ്റെ മോൻ്റെ സകല സംശയവും മാറാനായിരുന്നു. പിന്നീട് ഒരിക്കലും എൻ്റെ കുഞ്ഞ് അതിനെപ്പറ്റി അങ്ങനെയൊരു കൃപാസനത്തിനെ പറ്റിയോ അങ്ങനത്തെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ആ ഇപ്പോൾ 10 വയസ്സുകാരനായ കുഞ്ഞ് ആരോടെങ്കിലൊക്കെ പറയുമ്പോഴും അവനെ കൊണ്ടാവുന്ന രീതിയിൽ കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങൾ, കൃപാസനത്തെ പറ്റി പറയാനായിട്ട് അവൻ വില്ലിങ് ആണ്. എൻ്റെ എക്സാമിൻ്റെ കാര്യത്തിൽ എനിക്ക് എക്സാം ടൈമിൽ ആപ്ലിക്കേഷൻ വന്നു, ഹോൾ ടിക്കറ്റ് വന്നപ്പോൾ ഞാൻ ഇവിടെ വന്നു. പക്ഷേ ഞാൻ ഉടമ്പടി പേപ്പർ എടുക്കാതെയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല. ഇവിടുന്ന് എല്ലാവരെയും അച്ഛൻ ആശീർവദിക്കുന്ന സമയത്ത് ഞാൻ പുറകിൽ ഇവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കായിരുന്നു. ഇനിയും എനിക്ക് PSC എക്സാംസിന് വേണ്ടിയിട്ട് ഈ ബുക്സ് മുഴുവൻ എടുത്ത് വായിച്ച് പഠിക്കാനുള്ള സാഹചര്യമില്ല. ഇനി എനിക്ക് പഠിക്കാനൊരു അവസരം ഉണ്ടാവും. ഈ പഠിത്തത്തോടെ എനിക്ക് ജോലിക്ക് കയറണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കണം. എൻ്റെ പഠിപ്പിലും കൂടെ എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഇവിടെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ചോദിച്ചു, ഞാൻ അൾത്താരയിൽ എൻ്റെ ഹോൾ ടിക്കറ്റ് ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ഇവിടുത്തെ ചേച്ചി സമ്മതിച്ചു. ഞാൻ അങ്ങനെ പോയി. എക്സാം ഹോളിൽ ഞാൻ ഇവിടുന്ന് ഉപ്പും തൈലം വരച്ച് എക്സാം ഹോളിലോട്ട് ഉപ്പ് എടുത്തുകൊണ്ടാണ് പോയത്. ഇവിടെ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തിൽ ഇത്തിരി ഉപ്പ് എടുത്തുകൊണ്ട് കയ്യിൽ കൊണ്ടുപോയത്. അവിടെ ചെന്ന് എക്സാം ഹോളിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഇരുന്ന സ്ഥലത്ത് ഉപ്പിട്ട് എല്ലാം റെഡിയായി ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് എക്സാമിനർ വന്ന് എല്ലാവരുടെയും സീറ്റ് മാറ്റി. അവരുടെ റോൾ നമ്പർ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞ റോൾ നമ്പർ അനുസരിച്ച് എല്ലാവരെയും മാറ്റി. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച സ്ഥലത്തുനിന്ന് എന്നെ മാറ്റിയില്ല. എനിക്ക് ആ സീറ്റ് തന്നെ കിട്ടി. അപ്പോഴേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. പക്ഷേ എക്സാം ഹോളിൽ എക്സാം പേപ്പറിൽ ഞാൻ എന്താ എഴുതിയെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എന്തൊക്കെയോ എഴുതി. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതി. പക്ഷേ ക്വസ്റ്റ്യൻസ് എന്താണെന്നോ ആൻസർ എന്താണെന്നോ എനിക്കറിയില്ല. എഴുതി കഴിഞ്ഞ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അതാണ് സത്യം. ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു എക്സാം എഴുതണേ. എക്സാം എന്താണ് എഴുതിയെന്ന് എനിക്കറിയില്ലായിരുന്നു. എക്സാം കഴിഞ്ഞ് ഞാൻ ജയിക്കുമോ തോക്കുമെന്ന് പോലും എനിക്കറിയാത്ത രീതിയിൽ എക്സാം എഴുതി. പക്ഷേ ഞാൻ ഒന്ന് മാത്രം ചെയ്തു. എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ തലേ ദിവസം രാത്രി ഞാനൊരു സാക്ഷി എഴുതി എൻ്റെ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞ ഉടനെ വീട്ടിൽ വന്ന് മാതാവിൻ്റെ രൂപത്തിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, താങ്ക് യു മാതാവേ, എന്താണെങ്കിലും എഴുതിയത് ഞാനുള്ളത് എനിക്ക് ഉറപ്പാണ്. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എക്സാമിൻ്റെ റിസൾട്ട് അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഈ 6 പോസ്റ്റാണുള്ളത്. അതിന് എക്സാം എഴുതാനും 700-ന് മുകളിൽ കുട്ടികളുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിനും കുറേ കുട്ടികളുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ സംസാരിച്ചവരിൽ എനിക്ക് മാത്രമായിരുന്നു ഇത്രയും കരിയർ ബ്രേക്ക് ഉണ്ടായിരുന്നത്. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എനിക്ക് ഏത് ടോപ്പിക്ക് ഡെമോ ക്ലാസ് എടുത്ത് കാണിക്കുന്നത് ഭയങ്കര ഡൗട്ടായിരുന്നു. ഞാൻ ആ സമയത്തും ഇങ്ങനെ ഇവിടുത്തെ എനിക്ക് ഒരു ടെൻഷൻ വരുമ്പോൾ മാതാവിൻ്റെ ഇവിടെ നിന്ന് കൊണ്ടുപോയ വെള്ളത്തിൽ ഉപ്പിട്ട് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നു. സാക്ഷ്യം എഴുതി എൻ്റെ ബാഗിൽ വെച്ചു. എന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എക്സാമിൻ ഹോളിൽ കുറേ പേര് പഠിക്കുന്നുണ്ട്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുള്ളൂ. അതുപോലെ കൃപാസനത്തിനൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മ്യൂണിറ്റിയിൽ ഒരു ബൈബിളിലെ വചനം പെട്ടെന്ന് എനിക്ക് വന്നു. എനിക്ക് അത്ര നേരം ഉണ്ടായ ടെൻഷനെല്ലാം മാറി. ഞാനപ്പോൾ ഡെമോ ക്ലാസ്സിന് വേണ്ടി സയൻസും സോഷ്യലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ടോപ്പിക്കിൽ ഏത് ടോപ്പിക്ക് എക്സാമിന് അവിടെ ചെന്ന് പ്രസൻറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആകെ കൺഫ്യൂഷനായിരുന്നു. കയറുന്ന സമയത്ത് പോലും എനിക്ക് ഉറപ്പില്ല ഞാൻ എന്ത് വെച്ചിട്ടാണ് ഏത് ടോപ്പിക്കാണ് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത്. അവിടെ ചെന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചതിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത സോഷ്യലിൻ്റെ ക്വസ്റ്റ്യൻസിൽ നിന്ന് ആ പോർഷനിൽ നിന്ന് തന്നെ അവർ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ എനിക്ക് അപ്പം തന്നെ ഉറപ്പായി ആ ക്വസ്റ്റ്യൻസ് ഞാൻ അവിടെ പറഞ്ഞു. കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റി. മറ്റേ ടോപ്പിക്ക് എനിക്ക് അവിടെ പ്രസൻറ്റ് ചെയ്യാനും പറ്റി. എൻ്റെ ഇൻ്റർവ്യൂ എനിക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. എനിക്ക് ജോലി കിട്ടുന്നതിനേക്കാൾ ഉപരി നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തതിൽ ഭയങ്കര സന്തോഷം തോന്നി. അപ്പം തന്നെ അവിടെ നിന്ന് ചാപ്പലിൽ ഇറങ്ങി ഞാൻ മാതാവിന് നന്ദിയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് 2 കെട്ട് പത്രവും വാങ്ങിച്ചു. പത്രം വാങ്ങിച്ചപ്പോൾ ഞാൻ മനസ്സിലോർത്തു ഒരു സെറ്റ് പേപ്പർ കൊടുക്കാം. ഒരു സെറ്റ് പേപ്പർ എനിക്ക് മാതാവ് ജോലി കിട്ടുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ റിസൾട്ട് വന്നില്ല. ജൂൺ 1-ാം തീയതി ജോയിൻ ചെയ്യണമെങ്കിൽ മെയ് 28-ാം തീയതി ആയിട്ടും 26-ാം തീയതി ആയിട്ടും ഒന്നും വന്നില്ല. അപ്പം ഞാനോർത്ത് ദൈവമേ പോയോ. പക്ഷേ എന്തോ അന്ന് എനിക്ക് ഭയങ്കര ഒരു ഉൾവിളി തോന്നിയിട്ട് ഞാൻ എൻ്റെ ഇരുന്ന എല്ലാ പേപ്പറും ഒരു പരിചയമില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്ത് എനിക്ക് ഒരു പരിചയമില്ലാത്ത സ്ഥലങ്ങളാണ് നടന്ന് കൊണ്ടുപോയി കൊടുത്തു.
എല്ലാം കൊണ്ട് കൊടുത്ത് തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് കോൾ വന്നു. അവിടുന്ന് അപ്പോയിൻമെൻറ്റ് ലെറ്ററിൻ്റെ മെസ്സേജ് മെയിലിൽ വന്നിട്ടുണ്ട്, ചെക്ക് ചെയ്തിട്ട് റിപ്ലൈ ചെയ്യാനായിട്ട്. ഭയങ്കര സന്തോഷം കൊണ്ട് ഞാൻ മാതാവിനോട് നന്ദി പറയുമായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാം പെട്ടെന്നായിരുന്നു. 26-ാം തീയതിക്കുള്ളിൽ ബാക്കി വന്നു. പെട്ടെന്ന് എല്ലാ പേപ്പേഴ്സും ക്ലിയറൻസിനുള്ളതെല്ലാം റെഡിയായി. 1-ാം തീയതി പോയി ഞാൻ UPST ഇംഗ്ലീഷ് ടീച്ചറായിട്ട് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ജോയിൻ ചെയ്തു. എൻ്റെ വെരിഫിക്കേഷൻ ഇന്നലെ ആയിരുന്നു. എൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞു. എയ്ഡഡ് സ്കൂളിലാണ്, സാധാരണ എല്ലാവർക്കും അറിയാം. എയ്ഡഡ് സ്കൂളിൽ കയറണമെങ്കിൽ ഒത്തിരി പൈസ കൊടുക്കേണ്ടതൊക്കെ വരാറുണ്ട്. തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് 10 പൈസ എനിക്ക് ഈ പോസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തമ്പുരാൻ വാങ്ങിച്ചിട്ടില്ല. ഗവൺമെൻറ് പോസ്റ്റിലോട്ടുള്ള എയ്ഡഡ് പോസ്റ്റിലോട്ടുള്ള അഡ്മിഷൻ അങ്ങനെ എനിക്ക് തമ്പുരാൻ സഹായിച്ചു. മാതാവിന് ഒത്തിരി അനുഗ്രഹം, മാതാവ് വഴി എനിക്ക് നൽകാൻ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഫുഡ് കൊടുക്കുന്ന ഒരു അങ്കിളിനെ എനിക്കറിയാം. അപ്പോൾ അവർക്ക് ഞാൻ പൈസ അയച്ചു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ ഉടമ്പടിയുടെ സമയത്ത് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോയി ഫുഡ് ഐറ്റംസൊക്കെ കൊടുക്കുമായിരുന്നു. അതുപോലെ റീജിയണൽ ക്യാൻസർ സെൻറ്ററിലെ അക്കൗണ്ടിലോട്ട് പൈസ, അങ്ങനെ എനിക്ക് അതുപോലെ നമുക്ക് ഡിസേർവിങ് ആണ് കറക്റ്റായിട്ട് അറിയുന്നവർക്ക് അക്കൗണ്ടിൽ വഴി പൈസ കൊടുക്കാനും, അതിനേക്കാൾ ഉപരി ഞാൻ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ, ഞാൻ വന്ന് ചേർന്ന സ്കൂള് എനിക്ക് ഒത്തിരി അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണെങ്കിലും എല്ലാവരും മാതാവിനോട് ഒത്തിരി അടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അവിടെയുള്ള കുട്ടികൾ വരുന്നത് വളരെ സാമ്പത്തികമായി പിന്നോക്കത്തു നിന്നുള്ളവരാണ്. അപ്പോൾ നമുക്ക് എൻ്റെ ജോലി തന്നെ മാതാവേ എൻ്റെ കുട്ടികളെ ഞാൻ എൻ്റെ ഒരു വൊക്കേഷനായിട്ട് എന്നെ കണ്ട് അതുപോലെ ചെയ്യാനായിട്ട്, പഠിപ്പിക്കുന്ന ഒരു ജോലിയേക്കാൾ ഉപരി ഒരു പ്രേക്ഷിതവേലയായിട്ട് ചെയ്യാനുള്ള അനുഗ്രഹം എനിക്ക് മാതാവ് തന്നു. എല്ലാത്തിനും കോടാനുകൂടി നന്ദി. പേഴ്സണൽ ലൈഫിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറേ കൂടെ യുക്തിപരമായി ചിന്തിക്കുകയായിരുന്നു. ഒരു കാലഘട്ടത്തിൽ എൻ്റെ ചിന്തകളിൽ ഈ പറയുന്ന പോലെ ദൈവം ഉണ്ടോ, ശരിയാണോ എന്നുപോലെ എൻ്റെ മനസ്സിൽ ചിന്തകൾ വന്നുകൊണ്ടിരുന്ന കാലത്ത് നിന്ന് ഇപ്പം ഞാൻ കുർബാന അടുത്ത ഉടമ്പടിയുടെ സമയത്ത് എൻ്റെ കുട്ടികൾ സ്കൂളിൽ പോകുന്നവർ ഒരു ദിവസം പോലും ഞാൻ കുർബാന മുടക്കിയിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ കുർബാനയുടെ അർത്ഥം മനസ്സിലാക്കി കുർബാനയിൽ പങ്കുകൊള്ളാനായിട്ടും അതുപോലെ തന്നെ ബാക്കി എല്ലാ ജീവിത കുരിശിൻ്റെ വഴിയടക്കം എല്ലാ കാര്യങ്ങളും ഉപവാസമടക്കം എല്ലാം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചെയ്യാനായിട്ട് പൂർണ്ണമായി ഞാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വാശി പിടിച്ച് മാതാവിനോട് പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് സഹായിച്ച് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ വന്ന സമയത്ത് എൻ്റെ മാതാവേ ഞാൻ ടീച്ചിങ് ഫീൽഡാണ്, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സാക്ഷ്യം എനിക്കിവിടെ വരുമ്പോൾ കേൾക്കാൻ സാധിക്കണേ എന്ന് മനസ്സിൽ വിചാരിച്ചു. ഞാനിവിടെ വന്ന സമയത്ത് എയ്ഡഡ് പോസ്റ്റ് സാങ്ഷനായ ടീച്ചേഴ്സിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഓഡിയോ ബൈബിളൊക്കെ ഡൗൺലോഡ് ചെയ്ത് കേൾക്കുന്ന സമയത്ത് ഇത് കാത്തലിക്സ് അംഗീകരിച്ച ബൈബിൾ ആണോ എന്ന് പോലും അറിയാത്തതുകൊണ്ട് എനിക്ക് സംശയം വന്ന സമയത്ത് പിറ്റേ ദിവസത്തെ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു ഇന്ന ബൈബിൾ എനിക്കിഷ്ടമാണ്, നമ്മുടെ POC ബൈബിളിനേക്കാളും ട്രാൻസ്ലേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ ഞാൻ പറയുന്ന കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പോലും കൃത്യമായി എനിക്ക് ഉത്തരം നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ആലുവയിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഏപ്രിൽ 10, 2019 എന്നെ തിരുസന്നിധിയിൽ എത്തിച്ച എൻ്റെ അമ്മ മാതാവിനും എൻ്റെ യേശു അപ്പച്ചനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും അമ്മയുടെ പ്രത്യക്ഷണത്തിന് സാക്ഷിയായിട്ട് ഈ സന്നിധിയിൽ നിൽക്കുന്നതിന് അമ്മയോട് ഞങ്ങൾ നന്ദി പറയുന്നു. 6 വർഷമായിട്ട് എനിക്ക് കിട്ടിയ ഒത്തിരി കാര്യങ്ങൾക്ക് ഞാൻ അമ്മയുടെ സന്നിധിയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. അതിനെല്ലാത്തിനും ഞാൻ അമ്മയോടും യേശുപ്പച്ചനോടും ക്ഷമാപണം ചോദിക്കുന്നു. എൻ്റെ ഉടമ്പടി പുതുക്കിയിട്ട് ഇത് 15ാമത്തെ തവണയായി. ഞങ്ങൾക്ക് അതിനിടയിൽ ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഞാൻ ഒരു സ്റ്റാഫ് നേഴ്സാണ്. ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അതിനിടയ്ക്ക് എനിക്ക് ചെറിയൊരു ഇയർ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഒത്തിരി ജോലികളിൽ നോക്കാനിരുന്നിട്ടും എല്ലാ ഇൻ്റർവ്യൂവിലും വന്ന് ഞാൻ സെലക്ട് ആവും. ഫൈനൽ റൗണ്ടിൽ ഞാൻ ഫെയിലായി പോകും. അങ്ങനെ ഒത്തിരി ഇൻ്റർവ്യൂവിൽ എറണാകുളത്ത് തന്നെ ഒത്തിരി ഹോസ്പിറ്റൽസിൽ ഞാൻ കയറി ഇറങ്ങി. അതിനിടയ്ക്കാണ് ഞങ്ങളുടെ വീടിനടുത്തുള്ള ജെസ്സി എന്ന് പറഞ്ഞത് ഒരു ടൈലർ ചേച്ചി, ആ ചേച്ചി പറഞ്ഞത് ഉടമ്പടി എടുക്ക്, കൃപാസനത്തിൽ വാ, അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യവും നിൻ്റെ സാധിക്കും, നിനക്ക് വിശ്വാസവും കൂടുമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. അതിനുശേഷം മാതാവിൻ്റെ ഉടമ്പടി തൈലം തേച്ച് ഞാൻ നിത്യവും പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ കുടുംബത്തിനും അത് പുരട്ടി കൊടുക്കും. അങ്ങനെ ഞാൻ ഒരു ദിവസം എനിക്കൊരു ഇൻ്റർവ്യൂ വന്നതിന് ശേഷം ഞാൻ മാതാവിൻ്റെ വിശുദ്ധ എണ്ണ എൻ്റെ ലേപനം ചെയ്ത് ഉടമ്പടി തൈലം എൻ്റെ വിശുദ്ധ തലയിൽ ലേപനം ചെയ്യുകയും മാതാവിൻ്റെ ഉപ്പെടുത്ത്
ആ ഹോസ്പിറ്റലിൻ്റെ ആരും ചവിട്ടാത്തയിടത്ത് പോയി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ശേഷം എനിക്ക് ഒരു തടസ്സമില്ലാതെ ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് സെലക്ട് ആവുകയും നല്ല രീതിയിൽ ഒരു ജോബ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിന് കുറേ നാൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കമ്പനി, കേരളത്തിലുള്ള കമ്പനി അദ്ദേഹത്തിന് ഷട്ട് ഡൗൺ ആവുകയും അദ്ദേഹത്തിന് ജോലിയില്ലാതെ 3 മാസത്തോളം അദ്ദേഹം വെറുതെ വീട്ടിലിരിക്കുകയും ചെയ്തു. അമ്മയുടെ ഉടമ്പടി തൈലം പ്രാർത്ഥിച്ച് നെറ്റിയിൽ പൂശുകയും അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു നല്ല രീതിയിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നല്ല ഒരു ജോലി കിട്ടുകയും ചെയ്തു. ഇനി എനിക്ക് കിട്ടിയ രോഗസൗഖ്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാൻ അടുത്തതായിട്ട് നിൽക്കുന്നത്. എൻ്റെ ഈ മകൾക്ക് ഷോൾഡറിൻ്റെ അവിടെ ഒരു ലിംബ്, ഒരു ചെറിയ നോഡുകൾ പോലെ ഉണ്ടായിരുന്നു. അത് ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്ത് കളയണമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അവളുടെ വലത് കാലിന് ഒരു ഗാംഗ്ലിയോൺ ഉണ്ടായിരുന്നു. ഈ അടുത്ത് വരെ അദ്ദേഹം പറഞ്ഞത്, ഡോക്ടർ പറഞ്ഞത് അത് സർജറി ചെയ്ത് കളയണമെന്ന് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ ഉടമ്പടിയിലായിരുന്നു. ഞാൻ എന്നും രാത്രി കുഞ്ഞിൻ്റെ അവിടെ നൊടിയുള്ളിരിക്കുന്ന ഭാഗത്ത് മാതാവിൻ്റെ ഉടമ്പടി തൈലം തേക്കുകയും മാതാവിൻ്റെ കാശുരൂപം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ആ നൊഡ്യൂൾസ് ഒന്നും കാണുന്ന പോലും ഇല്ല. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് പെട്ടെന്ന് ത്രോട്ടിൽ സ്റ്റക്ക് ആവുകയും അതുമൂലം അദ്ദേഹത്തിന് ഒത്തിരി ശ്വാസമുട്ടും ബുദ്ധിമുട്ടും ഉണ്ടാവുക വഴി അദ്ദേഹത്തിന് ഒരു ഞങ്ങൾ സ്കാൻ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. CT സ്കാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ കാശുരൂപം മുറുക്കി പിടിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അന്ന് ദിവസം ഡോക്ടർ പറഞ്ഞു അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. ആ ശ്വാസമുട്ടലിന് ഭയങ്കരമായിട്ട് ത്രോട്ടിൽ അത് സ്റ്റക്കായിരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇപ്പം അദ്ദേഹത്തിനില്ല, ഇപ്പം ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ മാതാവിൻ്റെ ഉടമ്പടി തൈലം അദ്ദേഹത്തിന് ത്രോട്ടിൽ തേക്കുകയും അതുപോലെ തന്നെ മാതാവിൻ്റെ കാശുരൂപം വെച്ചിട്ട് ഞാൻ പുറത്തിരുന്ന് ഹോസ്പിറ്റലിൻ്റെ ആ CT സ്കാനർ റൂമിനും പുറത്തിരുന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ വഴിയാണ് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു അത്ഭുതം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഈ ഇളയ മകൾക്ക്, ആ മകള് എനിക്ക് 35 വയസ്സായി. 35 വയസ്സായ സമയത്ത് എനിക്ക് ഒത്തിരി തൈറോയിഡിൻ്റേതായ ഒത്തിരി എലിവേഷൻ ഉണ്ടായിരുന്നു, 10 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം തൈറോയിഡിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ ഡോക്ടർ പറഞ്ഞത്, എൻ്റെ ഭർത്താവിനോട് പറഞ്ഞത്, എടാ നിനക്ക് ഞൊണ്ടും അതുപോലെ തന്നെ മന്ദബുദ്ധി ആവാത്ത ഒരു കുട്ടീനെയല്ലേ എടാ നിനക്ക് വേണ്ടത്, അതിൻ്റെ ഇടയ്ക്ക് നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ എങ്ങനെ ശരിയാണ്, നിനക്ക് നിൻ്റെ ഭാര്യനെ ആദ്യം തൈറോയിഡ് ചികിത്സിക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. മാതാവിനെ അന്ന് മുതൽ ഞങ്ങൾ മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ച്, ദൈവമേ ദൈവം തരാണെങ്കിൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ലാത്തൊരു കൊച്ചിനെ തവണേ. പിറ്റേ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും അതുപോലെ തന്നെ അന്നേ ദിവസം ഈ ഡോക്ടറിൻ്റെ ഈ സംസാരമാണ് എൻ്റെ കാതുകളിൽ എപ്പോഴും എൻ്റെ ചെവിയിൽ അലയടിച്ചുകൊണ്ടിരുന്നത്. ഒരു ഞൊണ്ടും അതുപോലെ തന്നെ മന്ദബുദ്ധി ആവാത്ത കൊച്ചിനെ അല്ലടാ നിനക്ക് വേണ്ടതെന്നുള്ള രീതിയിൽ. ആ ദിവസം എൻ്റെ ഭർത്താവും ഞാനും നിത്യമായിട്ട് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ എണ്ണ എൻ്റെ അടിവയറുകളിലും പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം തേക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ മകൾക്ക് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് നല്ലൊരു മോളെ കിട്ടി. നാളെ ഇവളുടെ ബർത്ത്ഡേ ആണ്, ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അതുപോലെ തന്നെ ഞാൻ 7-ാം മാസം ആയിരുന്നു കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഫ്ലോറിൽ വീഴുകയും ചെയ്തു. പക്ഷേ ഞാൻ ഒത്തിരിയായിട്ട് പേടിച്ചു പോയി. പക്ഷേ മാതാവിൻ്റെ കാശുരൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാതാവിനോട് മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എന്നെ ഒബ്സർവേഷനിൽ ഇരുത്തുകയും എൻ്റെ ഡോക്ടർ പറയുകയാണ്, റിൻസിയുടെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, അവൾ നല്ല ആക്റ്റീവാണ്, റിൻസിക്ക് മാത്രമേ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, അതായത് പേടിയുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ, നിൻ്റെ മകൾക്ക് ഒരു കുഴപ്പമില്ല, അവൾ നല്ല ആക്റ്റീവായിട്ട് ഓടിക്കളിക്കുകയാണെന്നുള്ള രീതിയിലാണ് ഡോക്ടർ പറഞ്ഞത്. അതുപോലെ തന്നെ ഭർത്താവിനുണ്ടായിരുന്ന 6 മാസത്തോളം കണ്ടിന്യൂസ് ഉണ്ടായിരുന്ന ചുമ. പലവിധ ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾ കയറി ഇറങ്ങി ഞങ്ങൾ നോക്കിയായിരുന്നു, പലവിധ ട്രീറ്റ്മെൻറ്റ് എടുത്തായിരുന്നു, പക്ഷെ ഒന്നും കുറയത്തില്ല. ഏത് മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്യണോ അപ്പം മാത്രം അദ്ദേഹത്തിന് ആ ചുമ മാറുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നീട് വീണ്ടും പൂർവാധിക ശക്തിയോടുകൂടിയാണ് ആ ചുമ ഉണ്ടായിരുന്നത്. ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിലും അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ ശ്വാസകോശത്തിൻ്റെ എവിടെയും തേച്ചതിലോടുകൂടി ഇപ്പം അദ്ദേഹത്തിന് ഒരു ചുമയും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ എനിക്കൊരു കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു, 6 mm ഒരു കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു. ഞാൻ മാതാവിൻ്റെ എണ്ണ നിത്യവും ഞാൻ എൻ്റെ മാതാവിൻ്റെ ഉടമ്പടി തൈലം എൻ്റെ മാതാവിൻ്റെ വയറിൽ അപ്ലൈ ചെയ്തതിന് വഴി പിന്നീടുള്ള സ്കാനുകളിലതൊന്നും എനിക്ക് ആ സ്റ്റോൺസ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, എൻ്റെ പത്രപ്രവർത്തനം നടത്തുന്നത്, കൃപാസനത്തിലെ പത്രപ്രവർത്തനം ഞാൻ
കോട്ടയം മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ, ആലുവ അങ്ങനെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിലും എല്ലായിടത്തും ഞാൻ വിതരണം ചെയ്യും. അത് വിതരണം ചെയ്യണത് വെറുതെ ഞാൻ ലോട്ടറി കൊടുക്കണ പോലെ അങ്ങനെയൊന്നുമല്ല. നന്നായിട്ട് പ്രാർത്ഥിച്ച് അവരെ നല്ല രീതിയിൽ പറഞ്ഞ് മാതാവിൻ്റെ ഉടമ്പടിയും അതുപോലെ തന്നെ ഇവിടെ വന്ന് നമുക്ക് കിട്ടുന്ന നല്ല കാര്യങ്ങളും നമ്മുടെ ആത്മീയ കാര്യത്തിന് നല്ലതും പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ പത്രവിതരണം നടത്തത്തുള്ളൂ. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് എനിക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു അനുഭവം ഉണ്ടായിരുന്നു. എൻ്റെ പേപ്പർ കൊടുത്ത് ഫൈനൽ കൊടുക്കണമെന്ന് പറഞ്ഞിടയ്ക്ക് അവിടെ ഒരു സാറ് വന്നിട്ട്, സെക്യൂരിറ്റി ഓഫീസറാണ് അദ്ദേഹം, പത്രം കൊണ്ടുപോയിട്ട് എൻ്റെ പത്രം അവിടെ ഒരു കോർണറിൽ കൊണ്ട് താഴെയിട്ട്. എനിക്ക് എന്താണെന്ന് അറിഞ്ഞില്ല, ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടം വന്ന് ഞാൻ ഭയങ്കരമായിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, എൻ്റെ പത്രം എനിക്ക് ഞാനിവിടെ കൊടുക്കണേനേ വേണ്ട, ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തോളാം. നിങ്ങളോട് ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ഇവിടെ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. പക്ഷേ എനിക്ക് ആദ്യത്തെ ഇൻഫർമേഷൻ ആയിരുന്നത് അവിടെ കൊടുക്കരുതെന്ന് പറഞ്ഞാലും. പക്ഷേ എനിക്ക് ഇൻഫർമേഷൻ, അതായത് കൊടുത്തോ എന്നുള്ള ഒരു പെർമിഷൻ കിട്ടിയിട്ടാണ് ഞാൻ അവിടെ കൊടുത്തത്. അപ്പം ഞാൻ കുറേ ചോദിച്ചു, അവർ തന്നില്ല. അവർ പറഞ്ഞു അവരുടെ സാറ് വരട്ടെ, അതിനുശേഷം മാത്രമേ ഞാൻ പേപ്പർ തരുള്ളൂ എന്ന് പറഞ്ഞ്. ഞാൻ അവിടെ ആൾക്കാർ കൂടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജാണോ, ഒത്തിരി തിരക്കും കാര്യങ്ങളുണ്ട്, ഓഫീസേഴ്സും കാര്യങ്ങളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുവാണ്. എനിക്ക് ഒട്ടും ഞാൻ മടിച്ചില്ല. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഉറക്കിയേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മാക്സിമം സൗണ്ട് വോയിസിൽ എടുത്തിരുന്നുകൊണ്ട് ഞാൻ അവിടെ നിന്നുകൊണ്ട് കൊന്ത ചൊല്ലി കരഞ്ഞോണ്ടാണ് ഞാൻ കൊന്ത ചൊല്ലിയത്. അപ്പോൾ അവിടുത്തെ ഒരു ചേച്ചി വന്നിട്ട് പറയാണ്, ആ കൊച്ച് കരഞ്ഞോണ്ടാണ് കേട്ടോ കൊന്ത ചൊല്ലണത്, ആ കൊച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ കൊച്ചിൻ്റെ പേപ്പർ അങ്ങോട്ട് കൊടുത്തേക്ക്, അത് ഇവിടെ കൊടുക്കണേൽ കൊടുക്കണ്ട, നിങ്ങൾ വിശ്വസിക്കണ്ട, പക്ഷെ അത് വല്ലയിടത്തും കൊണ്ടുപോയി കൊടുത്തോട്ടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പം ഞാൻ ആ പേപ്പർ എനിക്ക് കിട്ടി. ഞാൻ അത് മാതാവിൻ്റെ പ്രാർത്ഥന തൊട്ട് അപ്പുറത്ത് തന്നെ മെഡിക്കൽ കോളേജിൻ്റെ പുറത്ത് തന്നെ ഇരുന്നോട്ട് ഞാൻ ആ പേപ്പർ കൊടുക്കുകയും ചെയ്തു. അപ്പോഴും എനിക്കൊരു പ്രായമുള്ളൊരു അമ്മയുടെ കയ്യിൽ നിന്നും എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ വഴിക്ക് കേട്ടു, നിങ്ങൾക്ക് ഇത്ര വിദ്യാഭ്യാസമുള്ള മക്കളല്ലേ, എന്നിട്ടും നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഈ പേപ്പറൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കണത്, നിങ്ങൾക്ക് ശാസ്ത്രം ഇത്ര വളർന്നും എന്നിട്ടും നിങ്ങൾക്ക് ഇതൊന്നും നിർത്താറായിട്ടില്ലേ എന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, അമ്മേ, ഏത് ശാസ്ത്രം വളർന്നാലും അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കരങ്ങളുണ്ട്, ആ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, ആ ദൈവത്തിൽ നിന്നാണ് ഞാൻ ഈ വരുന്നതും ഈ കൃപാസന പേപ്പർ കൊടുക്കുന്നത്. അമ്മ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട, എൻ്റെ ഈ പേപ്പറും അതുപോലെ അമ്മ മാതാവിനെ വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേര് സൗഖ്യം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആ സെക്യൂരിറ്റി ഓഫീസറിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പേടി ഉണ്ടായിട്ടായിരിക്കുമല്ലോ, ഈ പേപ്പറിൽ നിന്ന് എന്തെങ്കിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്നുള്ള പേടി ഉണ്ടായിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ഇതിവിടെ കൊടുക്കണത് തടയണത്. കാരണം ലോട്ടറി കച്ചവടക്കാരും അല്ലാതെ കുറേ പേപ്പർ കൊടുക്കുന്ന നോട്ടീസുകാരും എല്ലാവരും അവിടെ നിന്ന് വരുന്നുണ്ട്. പക്ഷേ എൻ്റെ കൃപാസന മാതാവിൻ്റെ പേപ്പർ മാത്രമാണ് അവരവിടെ റെസ്ട്രിക്റ്റ് ചെയ്യണത്. അപ്പം ഞാൻ പറഞ്ഞു, മാതാവിൽ നിന്ന് ഈ പേപ്പർ വഴി ഒത്തിരി പേര് സൗഖ്യപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു പേടി കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇത് പറയുന്നത് ഇവിടെ കൊടുക്കണ്ടെന്ന്. എന്നിരുന്നാൽ കൂടി ഞാൻ മാതാവിൻ്റെ പേപ്പർ അവിടെ വേണ്ടെങ്കിൽ വേണ്ട, വേറെ എല്ലാവർക്കും കൊടുത്ത് മാതാവിൻ്റെ ഞാൻ പ്രഘോഷിച്ചു. അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ഹോസ്പിറ്റൽ നേഴ്സാണ്. എൻ്റെ അടുത്ത് വന്ന പേഷ്യൻസിന് ഒരാളെ പോലും എനിക്ക് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹത്തോടു കൂടി എൻ്റെ അപ്പച്ചൻ അല്ലെങ്കിൽ എൻ്റെ അനിയൻ അല്ലെങ്കിൽ എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അത്ര എൻ്റെ ചേട്ടന്മാർ അങ്ങനെ കിടക്കണം എന്നുള്ള രീതിയിലാണ്, ഹസ്ബൻഡില്ല അങ്ങനെ കിടക്കുന്നുള്ള രീതിയിലാണ് ഞാൻ അവരെ നോക്കാറ്. എനിക്ക് ഒട്ടും മടുപ്പൊക്കെ തോന്നാറില്ല. ഓരോരുത്തർ സ്റ്റാഫുമാർ എന്നോട് പറയാറുണ്ട്, റിൻസി ഒരു മെഡിസിൻ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് 10-20 അരമണിക്കൂർ എടുത്ത ശേഷമായിരിക്കുമല്ലോ, ഇത്രയും നേരം എന്തിനാ ടൈം എടുക്കണേ. ഞാൻ പറയും, എനിക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാനുണ്ട്. ആദ്യം തന്നെ ഞാൻ പറയും, കൃപാസനത്തിൽ പോയിട്ടുണ്ടാവും, ഒന്ന് പ്രാർത്ഥിക്കണോട്ടാ, പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം മാറിക്കോളും എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ പോണവരായാലും ശരി, ഏത് മതസ്ഥരായാലും ശരി, ഞാൻ അവരുടെ നെറ്റിയിൽ ഒന്ന് കുരിശ് വരയ്ക്കാതെ ഞാൻ പോകാറില്ല. ഈ അടുത്ത് തന്നെ ഒരു ചേച്ചിനെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വിട്ടപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞ് ആ ചേച്ചി ഭയങ്കര ടെൻഷൻ. ഞാൻ പ്രാർത്ഥിച്ചോട്ട് ചേച്ചിയുടെ നെറ്റിയിൽ കുരിശ് വരച്ച്. ആ ചേച്ചി ഒരു ഹിന്ദുവാണ്. പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് ആ ചേച്ചിയുടെ റൂമിൽ പോയി കഴിഞ്ഞപ്പോൾ ആ ചേച്ചിയോട് പറയാണ്, എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ചെന്ന് എന്നെ പ്രാർത്ഥിച്ച് വിട്ട സിസ്റ്റർ അല്ലേ, സിസ്റ്ററിനെ എങ്ങനെ ഞാൻ മറക്കാനാണെന്നാണ് പറഞ്ഞത്. അതായത് എൻ്റെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ കരുണാലയത്തിലെ അമ്മമാരുണ്ട്, ആ അമ്മമാരെ കുളിപ്പിക്കുന്നതിലൊന്നും എനിക്ക് യാതൊരുവിധ ഒരു വൈക്ലഭ്യമോ ഒരു ദുഃഖമോ ഒരു ബുദ്ധിമുട്ടോ എനിക്ക് ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല. അമ്മമാരെ കുളിപ്പിക്കാൻ പോകും. അഥവാ എനിക്ക് കുളിപ്പിക്കാൻ ചാൻസ് ഇല്ലെങ്കിൽ ഞാൻ ലേറ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എന്ത് കാര്യത്തിലാണെങ്കിൽ അനാഥാലയത്തിൽ എന്ത് കാര്യത്തിലാണെങ്കിൽ ഞാൻ നിൽക്കും. അതുപോലെ തന്നെ ഞാൻ 2 ആഴ്ചയിലൊരിക്കലും കുമ്പസാരിക്കാറുണ്ട്. ഇപ്പം 2 ആഴ്ച തന്നെ കുമ്പസാരിക്കണമെന്നില്ല, ഒരാഴ്ച കുമ്പസാരിക്കാൻ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാൻ കുമ്പസാരിക്കാറുണ്ട്. വിശുദ്ധ കുർബാനയിലും
ഞായറാഴ്ച ചിലപ്പോൾ എനിക്ക് ഡ്യൂട്ടി ഉണ്ടാവാറുണ്ട്. രാവിലെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം തന്നെ എവിടെ പള്ളിയിൽ കുർബാന ഉണ്ടോ അവിടെ ഞാൻ എൻ്റെ കുടുംബമായിട്ട് പോയി കുർബാന കൂടും. അതുപോലെ തന്നെ ഉടമ്പടിയിൽ ഉപവാസം എടുക്കാറുണ്ട്. ഉപവാസം എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഉപവാസം എടുത്ത് പോകുന്നതല്ല, എപ്പോൾ ഞാൻ ഫുഡ് സ്കിപ്പ് ചെയ്യണോ, ഞാൻ ഉടമ്പടി പ്രാർത്ഥിക്കണോ, ആ പൈസ ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മക്കളുടെ ബർത്ത്ഡേക്കും അതുപോലെ തന്നെ എൻ്റെ ബ്രദറും എൻ്റെ ഫാദറും മരിച്ചു പോയതാണ്, അവരുടെ ആനിവേഴ്സറിക്കും എല്ലാ കാര്യത്തിനും ഞങ്ങൾ അവർക്ക് വേണ്ടിയുള്ള ഫുഡ് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള രീതിയിലും എല്ലാത്തിലും ഞാൻ നടക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ എൻ്റെ അമ്മ മാതാവ് എനിക്ക് ഒത്തിരി തന്നിട്ടുണ്ട്. എല്ലാത്തിനും അമ്മ മാതാവിനോട് യേശുപ്പച്ചനോട് ഞാൻ നന്ദി പറയുന്നു. ഇനിയും ഒരു നല്ലൊരു ഉടമ്പടി നല്ലൊരു സാക്ഷ്യത്തിനായിട്ട് എന്നെയും എൻ്റെ കുടുംബത്തിനെയും അമ്മ മാതാവ് ഈ സന്നിധിയിൽ നിർത്തുമെന്നും ഞാൻ ഇനിയും വരുമെന്ന് ഞാനോട് ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മ മാതാവേ.